നമ്മുടെ കൂടെ ഉത്തര ഉണ്ണി. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പക്ഷേ വേഴ്സറ്റാലിറ്റി ഒരു പക്ഷേ പലർക്കും അറിയുന്നുണ്ടാവില്ല. ക്ലാസിക്കൽ ഡാൻസർ ആണ്, സിംഗർ ആണ്, ആക്ടർ ആണ്, അവതാരകയാണ്, ആങ്കർ ആണ്, ആൻഡ് ഡയറക്ടർ, യുനോ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ. ഇതിൽ പല കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം. വെൽക്കം ഉത്തര. താങ്ക് യു. ഉത്തര, നമ്മളിപ്പോ സംസാരിക്കുന്നത് ബാബ കണ്ടതിന് ശേഷമാണ്. ഇതിനു മുൻപ് അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിം ഉണ്ട്. അതറിയാം. ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ ആ ഒരു റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് ഓഫ് കോഴ്സ് അത് ആസ്പെക്ട്സ് വിച്ച് ഐ എം നോട്ട് വെരി ഫെമിലിയർ വിത്ത്. രാത്രി ഒരു പെണ്ണിനെ ഒപ്പിച്ചെന്നാ പോരെ. അത് ചോദിക്കട്ടെ. ആക്ച്വലി ഇതിന്ന് പൊതുവെ ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, അതിന്റെ ഒരു പോസിറ്റീവ് വശം എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ കാസ്റ്റിംഗ് കോൾ എല്ലാവർക്കും അറിയാം, അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പല ഇതിലും കേൾക്കുന്നുണ്ട്. കേൾക്കാത്തത് അതിനേക്കാൾ മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവും. പക്ഷെ അതിനൊരു വളരെ പോസിറ്റീവ് സൈഡിലേക്ക് അതിന് കൊണ്ടുവന്നിട്ട് ആളുകളെ തിരിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്തതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ ഹൗ വാസ് എ ഫീഡ്ബാക്ക് ഇൻ ജനറൽ? ഫീഡ്ബാക്ക് വാസ് വെരി ഗുഡ് ബിക്കോസ് ത്രൂ ഔട്ട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത ഒരു എൻഡിങ് അല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊരു വളരെ ഒരു ത്രില്ലിംഗ് സബ്ജക്റ്റും കൂടി ആയതുകൊണ്ട് എന്താവും എന്നറിയാൻ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട്, ബട്ട് ദെൻ ഇറ്റ് എൻഡഡ് ഓൺ എ പോസിറ്റീവ് നോട്ട്. അപ്പോൾ അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ടൈമിംഗ് ആണെങ്കിലും എല്ലാം. നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന അത്രയും ദിവസങ്ങളോ അത്രയും എന്താ ടെക്നിക്കൽ സപ്പോർട്ടോ ഒന്നുമില്ലാതെ നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പൊതുവേ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള പോലെ ആയിരിക്കും കാണുക. അപ്പോൾ കണ്ടിട്ട് പക്ഷേ പ്രൊഡക്റ്റ് നന്നായി എന്ന് കാണുമ്പം എല്ലാവർക്കും നല്ലൊരു ഇതാണ് വന്നത്. മെയിൻ സ്ട്രീം സിനിമാക്കാരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കാസ്റ്റിംഗ് കോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരറിയാതെ പോലും കാസ്റ്റിംഗ് കോൾസ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്ക്, എന്തെങ്കിലും സജഷൻസോ, എന്തെങ്കിലും കമന്റ്സോ അല്ലെങ്കിൽ സിനിമ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇൻഡസ്ട്രിയിൽ നിന്നും പൊതുവെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കുറച്ച് നോൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും പറയും ഈ എല്ലാ കാലത്തും നമുക്ക് ഇങ്ങനത്തെ കുറെ ഫേക്ക് കോൾസും ഫേക്ക് ഓപ്പർച്യൂണിറ്റീസും വന്നുകൊണ്ടിരിക്കും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് എനിക്ക് ആന്റണി പെരുമ്പാവൂരാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒരു കോള് വന്നു. അതുപോലെ തന്നെ ഇമ്രാൻ ഹാഷ്മിയുടെ ഫിലിമിലേക്ക് അഭിനയിക്കാനാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയം അന്നിങ്ങനെ ഓഡിഷൻസ് ഒക്കെ അവിടെ ഇടയ്ക്ക് ചെയ്തിരുന്നു, മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഇമ്രാൻ ഹാഷ്മിയുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നു. ഞാൻ അതിൻ്റെ ഓഡിഷന് പോയി. ഫസ്റ്റ് ലെവൽ ഓഡിഷൻ കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും ഒരു സെക്കൻഡ് റൗണ്ടിന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഞാൻ ഇത്രയും കാലമായിട്ട് എൻ്റെ അമ്മ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളുടെ മകളായിട്ട് 35 വർഷമായി അമ്മ സിനിമയിൽ വന്നിട്ട്. അപ്പം അങ്ങനത്തെ ഒരാളുടെ മകളായിട്ട് പോലും എനിക്ക് ഇത്ര അധികം കോൾസ് വരുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ കമർ എന്ന രീതിയിൽ ഓരോ പെൺകുട്ടികൾക്കും എന്തുമാത്രം ഫേക്ക് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ആന്റണി ചേട്ടനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അമ്മയുടെ ഒരു നമ്പർ തന്നെ ഉണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയുടെ ഫോണിൽ നോക്കിയപ്പോൾ തന്നെ ഇത് ആളുടെ നമ്പർ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു വാട്സപ്പ് ഡി പി ഇട്ട് ഒരു നമ്പറും വെച്ചിട്ട് വേണമെങ്കിൽ ആരെ വേണമെങ്കിൽ പറ്റിക്കാവുന്ന ഒരു കാലം കൂടിയാണ്. എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും കൂടുതൽ ഫേക്ക് കോൾസിനും ഇവിടെ സാധ്യതകൾ ഉള്ള ഒരു സമയമാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യണം എന്ന് തോന്നിയത്. വേറെ ആരും നമ്മൾ ഒരാളെ വിശ്വസിച്ച് ഒരു ഫംഗ്ഷനോ ഒരു ഇവന്റിനോ ഒരു ഷൂട്ടിനോ എന്തിന് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ചുറ്റുവട്ടത്തും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. വെരി മച്ച്. ഇതിലെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഓഫ് കോഴ്സ് അതിന്റെ ഒരു പേസ് ഉണ്ട് പോകുന്ന ഷോർട്ട് ഫിലിമിന്റെ. പിന്നെ അതിൽ ഡിസ്ട്രാക്ടേഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊരു ഒരു ഡിസ്ട്രാക്ടർ ആയിട്ട് വെച്ചിട്ടുള്ള പോലെ തോന്നാത്ത രീതിയിൽ വളരെ ഈസിലി ആ ഒരു ഈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൺസീവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അത് റീറൈറ്റിംഗ് പല പ്രോസസ്സസ് ഉണ്ടായിട്ടുണ്ടാവും. എങ്ങനെയാണത്? സത്യം പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് എഴുതിയത്. ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് കുറച്ചധികം ഷോർട്ട് സ്റ്റോറീസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുത്തിനോട് പണ്ടേ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ ഡയറി പോലെയൊക്കെയാണ് എഴുതി തുടങ്ങിയത് കുട്ടിക്കാലത്ത്. അമ്മയാണ് പറഞ്ഞത്, നമ്മൾ ഒരു ട്രിപ്പ്
ട്രിപ്പൊക്കെ പോയി വരുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ചെറുതായിട്ടൊരു എക്സ്പീരിയൻസ് എഴുതും എന്നൊക്കെ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഇതിൽ തുടങ്ങിയതാണ്. പിന്നീട് നമ്മൾ യൂഷ്വലി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ചെറിയ ചെറിയ ആർട്ടിക്കിൾസ് പോലെയൊക്കെ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാവരും വായിച്ചിട്ട് രസമുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ബുക്ക് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പ്രഗ്നൻസി സമയത്ത് ഞാൻ കുറെ ഷോർട്ട് സ്റ്റോറീസ് കുറെയൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്നും കുറച്ച് നമ്മുടെ എക്സാജറേഷനും വെച്ചിട്ട് അങ്ങനെ എഴുതിയൊരു സ്റ്റോറി ആയിരുന്നു ഇത്. പിന്നെ ആ സീരീസ് പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ആയില്ല. ഞാൻ പിന്നീട് പ്രഗ്നൻസിയെ പറ്റി തന്നെ ഒരു ബുക്ക് എഴുതി. പ്രഗ്നൻസി മെമ്മോ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിരുന്നു. അതൊരു ജേർണൽ പോലെ തന്നെ എഴുതി തുടങ്ങിയതാണ്. പിന്നീട് കുറച്ച് റിസർച്ച് ചെയ്തിട്ട് ആയുർവേദ, മ്യൂസിക്, ഡാൻസ് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ആ സമയത്ത് വരുന്ന ഒരു ഇതിലേക്ക് പോയി. അപ്പം അങ്ങനെ ഒരു ബുക്ക് ചെയ്തു. അപ്പം അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും ഇനി സിനിമയിലേക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു ഫീച്ചർ ചെയ്യണം, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണം എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ്സ് എ വെരി ലോങ് ആൻഡ് ടീഡിയസ് പ്രോസസ്സ്. അതിൻ്റെ ഇടയിൽ പലതവണ നമുക്ക് തന്നെ എന്താ ഇത് നടക്കുമോ നടക്കില്ലേ, എനിക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉള്ളിൽ എപ്പോഴും വരും. ഐ തിങ്ക് ആസ് എ റൈറ്റർ നമ്മളെപ്പോഴും എവിടേക്കോ ഭയങ്കര ഇൻസെക്യൂർ ആണ്, എവിടേക്കോ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആണ്. അത് നമുക്കൊരിക്കലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്താൽ, നേരത്തെ എഴുതി വെച്ചപ്പോൾ പഴയ വർക്ക്സ് എടുത്ത് വായിച്ചപ്പോഴാണ് ഈ ഷോർട്ട് സ്റ്റോറി കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു ഇത് തന്നെ ഒരു ഷോർട്ട് ഫിലിമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ, ഒരു എക്സ്പെരിമെന്റ് പോലെ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2-3 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന്. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു എന്തായാലും അത് ചെയ്യണം. എന്നിട്ട് ഞാൻ അഴകപ്പൻ സാറിന് അയച്ചു കൊടുത്തു, നമ്മുടെ സിനിമാറ്റോഗ്രാഫറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വെറുതെ വായിച്ചിട്ട് അഭിപ്രായം പറയാന്ന് വെച്ചിട്ട് വായിച്ചു തുടങ്ങിയതാണ്, പക്ഷെ എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അത് എന്താണെന്നറിയാതെ അത്രയും ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനിരുന്നു എന്നുണ്ട്. അപ്പം അങ്ങനെ 2-3 പേരുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ നമുക്കും ഒരു കോൺഫിഡൻസ് ആയി. അപ്പം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അടുത്തടുത്ത പ്ലാനിങ്ങിലേക്ക് അങ്ങനെ പോയി. പറയുമ്പോൾ ശ്രീ അഴകപ്പനാണ് ഇതിന്റെ സിനിമറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് ദർ ആർ അതർ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഇതിന്റെ ബാക്ക്ഡ്രോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാസ്റ്റിംഗ് ഓൾസോ, അത് കാസ്റ്റിംഗ് ഒരു പരിധി വരെ ഒരു ഡിസ്ട്രാക്ടർ ആസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ട്. And he has done a very wonderful job, all of them, to be honest. അപ്പൊ കാസ്റ്റിങ്ങിനെ കുറിച്ചും പുറകിൽ വർക്ക് ചെയ്തിട്ടുള്ള ടാലൻസിനെ കുറിച്ചും ഒന്ന് പറയാം. കാസ്റ്റിംഗ് ഞാൻ ആദ്യം തന്നെ ജാഫർ ഇടുക്കി സാർ തന്നെ വേണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തോ ആ സ്റ്റോറി എഴുതി വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹമാണെന്ന് തോന്നി. ആൻഡ് ഹീസ് എ വേഴ്സറ്റൈൽ ആക്ടർ. അത് നമുക്ക് അദ്ദേഹത്തിന്റെ പല ഫിലിംസും കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. പ്രത്യേകിച്ച് കൂമനലത്തെ ഒക്കെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡേറ്റ് എങ്ങനെ കിട്ടും, ഷോർട്ട് ഫിലിമിനൊക്കെ സമ്മതിക്കുമോ, അതായിരുന്നു ആദ്യത്തെ ഒരു കൺസേൺ. അപ്പോൾ അമ്മ വഴിക്ക് തന്നെയാണ് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ആ ചേച്ചി ഒരു വാക്ക് പറഞ്ഞതല്ലേ, ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ വരാമല്ലോ എന്ന്. അപ്പം അതൊരു വളരെ ബിഗ് ബ്ലെസ്സിങ് ആയിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി പറഞ്ഞ ഒരു വളരെ ഇന്നസെന്റ് ഫേസ് ഉള്ളൊരു കുട്ടി വേണം, വളരെ ഈ പറഞ്ഞ പോലെ റോ ആൻഡ് ഇന്നസെന്റ് ആയിരിക്കണം, നെയ്വ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം. അപ്പോൾ ഒട്ടും ഫിലിമിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അങ്ങനത്തെ ഒരു വളരെ നിഷ്കളങ്കമായ ഒരു മുഖം തന്നെ വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ അന്വേഷിച്ചു പോയി. ഞാനൊരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് എൻക്വയറി ചെയ്തിരുന്നു. പിന്നെ ഇതുപോലെ മോഡലിംഗ് കോർഡിനേറ്റേഴ്സ് ഒക്കെ കുറച്ച് പേര് എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. അപ്പൊ അങ്ങനെ തപ്പി വന്നപ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണ് റോസ്മി എന്ന് പറഞ്ഞ കുട്ടി വന്നത്. അപ്പൊ ആ കുട്ടി എറണാകുളത്തേക്ക് വന്നു, ഒരു ഓഡിഷൻ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടമായി. അപ്പൊ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. അതിനുശേഷം അങ്ങനെ ഫിക്സ് ചെയ്തു. About the other crew, as in other talents are also there in the film, like Yeah. Azhagappan അദ്ദേഹം ഉണ്ട്. അതെ, അഴകപ്പൻ സാർ പറഞ്ഞ പോലെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സാറിന് ഒരു ഫിലിം ആയാലും ഷോർട്ട് ഫിലിം ആയാലും ഒരേ സീരിയസ്നെസ്സിലേ അത് കാണുള്ളൂ. അല്ലാണ്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവും, ഞാൻ സിനിമ ചെയ്യുമ്പോൾ പോരെ ഇത്രയും, ഷോർട്ട് ഫിലിമിനൊക്കെ ഇത്രയും എഫേർട്ട് ഇടണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി പലപ്പോഴും വരുമല്ലോ. അങ്ങനെ ഒന്നുമില്ല. എന്തൊരു ചെറിയ സാധനം ചെയ്യുമ്പോഴും അതിനായി ഫുൾ ഇൻവോൾവ്മെന്റോടുകൂടി തന്നെ സാർ ചെയ്യുള്ളൂ. അപ്പൊ അത് സാറിന്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും എല്ലാം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റർ ബസോദാണ് എഡിറ്റ് ചെയ്തത്. ബസോദും കുറെ ഫിലിംസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ കളങ്കാവിന്റെ ഒക്കെ എഡിറ്ററാണ്. അപ്പം
അങ്ങനെ ഉള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് ശരിക്കും ഒരു ഫിലിം ഉണ്ടാവുന്നത്. നമ്മൾ അതിന്റെ മുമ്പത്തെ പ്രോസസ്സൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം, എന്തൊക്കെയോ എഴുതുന്നു, ഷൂട്ട് ചെയ്യുന്നു, അതുവരെ കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിൽ നിന്നാണ് ഇത് ആക്ച്വലി ഒരു ഫിലിം ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളും നമ്മൾ എവിടെ കുറയ്ക്കണം, എവിടെ കൂട്ടണം, എല്ലാം അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എഡിറ്ററും നമ്മളും ഒരേ ജേർണിയിലാണ് ട്രാവൽ ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും അതേ ഒരു റൂട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിസ് സപ്പോർട്ട് വാസ് ഓൾസോ വെരി ഇൻസ്പയറിങ്. പല ഇതിലും എനിക്ക് ചിലപ്പോഴൊക്കെ ഓരോരോ സംശയങ്ങൾ വരുമ്പോഴുമൊക്കെ ഞാൻ ചോദിക്കും. പിന്നീട് നമുക്ക് മ്യൂസിക്കിന്റെ ആയാലും ഗ്രാഫിക്സിന്റെ എല്ലാ സ്റ്റേജിലും എനിക്ക് തോന്നുന്നു എഡിറ്ററുടെ ഒരു ഇൻപുട്സ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കുറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മ്യൂസിക് ചെയ്തത് നമ്മുടെ മെജോ ജോസഫാണ്. നോട്ട്ബുക്ക് ചെയ്തപ്പോൾ തൊട്ട് നമ്മളൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണല്ലോ നോട്ട്ബുക്കിലത്തെ സോങ്സ് ഒക്കെ. അപ്പൊ അത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ മൂവിയൊക്കെ വരുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഞാൻ വർക്ക്സ് ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷവും സൈക്കിൾ, അങ്ങനെ പല പല ഫിലിംസിലും വളരെ നല്ല വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതും ഞാൻ ഇതുപോലെ തപ്പിയെടുത്ത് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുമോ എന്നറിയില്ലായിരുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ പക്ഷെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു വർക്ക് ചെയ്യാൻ തന്നെ. പലതവണ നമുക്ക് കറക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും റീവർക്ക് ചെയ്യാനും എല്ലാത്തിനും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ നമ്മുടെ VFX ചെയ്തത് DI ചെയ്ത് വിസ്ത എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പിന്നീടുള്ള എല്ലാം. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ഇത്രയും ഈ ബിഗ് നെയിംസ് അല്ലാണ്ട് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ടല്ലോ. എൻ്റെ ആർട്ട് വർക്കും സൗണ്ടും ചെയ്ത രാജേഷ് ഏട്ടൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ആളായിരുന്നു, സ്വന്തം പ്രോജക്റ്റ് പോലെ. അതേപോലെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന രേഷ്മ. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറെ ഒരു ടീം കിട്ടുമ്പോഴാണ് നമുക്കൊരു പ്രോജക്റ്റ് ശരിക്കും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. സംവിധാനം എന്നുള്ളത് എപ്പോഴാണ് ഹരമായി തോന്നിയത്? അതിലേക്കുള്ള പഠനം എങ്ങനെയായിരുന്നു? അതും എനിക്ക് ചെറുപ്പത്തിലെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു 11th 12th ഒക്കെ ആയപ്പോഴത്തേക്കും സ്കൂൾ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എന്താന്ന് ആലോചിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് എന്തായാലും എനിക്ക് ഫിലിം തന്നെയാണ് താല്പര്യം എന്നുണ്ടായിരുന്നു. സോ മേ ബി ആക്ടിങ് ഓർ അങ്ങനെ എന്തെങ്കിലും ആർട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ തമിഴ് ഫിലിമിന്റെ ഓഫർ വന്നു. വവാൽ പസംഗ എന്ന് പറഞ്ഞ ഫിലിമാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങള് ചെന്നൈയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ കോളേജ് അവിടെ തന്നെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മൂവ് ചെയ്തു. അപ്പോൾ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു. അപ്പോൾ അതിന്റെ ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് അപ്പോഴും നമുക്ക് മൾട്ടിമീഡിയ പോലത്തെ ഒരു കോഴ്സാണ്. ഇതിൽ എന്തിലേക്ക് വേണമെങ്കിലും നമുക്ക് തിരിയാം. ഇതിൽ ഡയറക്ഷൻ ഉണ്ട്, ജേർണലിസം ഉണ്ട്, അഡ്വർടൈസിങ് ഉണ്ട്, പലതും ഉണ്ട്. അപ്പം ജേർണലിസവും താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അന്ന് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു മേ ബി അങ്ങനെ എന്തെങ്കിലും. അപ്പൊ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ആ പ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആ ഒരു പ്രായത്തിൽ നമ്മുടെ പ്രൊഫഷൻ എന്താന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് ഇതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം കുറച്ചും കൂടെ വലുതാവുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ആക്ച്വൽ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാന്നൊക്കെ. അപ്പൊ അന്ന് അങ്ങനെ വിചാരിച്ചു. പിന്നെ ഇതുപോലെ വെറുതെ ഈ ഷോർട്ട് ഫിലിം എടുത്തു, 2ാം വരവ് എടുത്തു. അപ്പോൾ അതൊരു കോളേജ് പ്രോജക്റ്റ് ആയിട്ട് എടുത്തതാണ്. അങ്ങനെയൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഇതിലേക്ക് കുറച്ചും കൂടെ പഠിക്കണം എന്ന് തോന്നി. പിന്നെ 2 ഷോർട്ട് ഫിലിംസും കൂടെ ചെയ്തു. 9th Month എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ചെയ്തു. പിന്നെ പോപ്പ് പ്രിൻസ് സിദ്ദിഖ് സാർ അഭിനയിച്ചിട്ട് ഒരു ഡോഗിനെ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, അത് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ പ്രോജക്റ്റ് കഴിയുന്തോറും സംവെയർ ഐ റിയലൈസ്ഡ് ഇത് എൻ്റെ ഒരു എന്താ ട്രൂ ലവ് ആണ്, എനിക്കിത് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ഹാപ്പൻഡ് ആൻഡ് ദെൻ പ്രോഗ്രാംസ് ആയി, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ കാര്യത്തിൽ തിരക്കായി, പിന്നെ കല്യാണമായി, പിന്നെ മോളുണ്ടായി. അപ്പം അങ്ങനെ ഇങ്ങനെ ഹേർഡിൽസ് വന്നുകൊണ്ടേയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ റൈറ്റിംഗ് അല്ലെങ്കിൽ സിനിമ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയാലേ ചിലപ്പോൾ നടക്കുള്ളൂ. നമുക്ക് സൈഡിൽ കൂടെ ചെയ്യാമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് നടക്കാതെ പോകും. അപ്പൊ അങ്ങനെ എല്ലാ പ്രാവശ്യവും അടുത്ത മാസം ചെയ്യാം അല്ലെങ്കിൽ ഈ വർഷം ചെയ്യണം അങ്ങനെ അങ്ങനെ വിചാരിച്ച് പക്ഷേ കുറേ ഒരു ലോങ് ബ്രേക്ക് ആയിപ്പോയി ലാസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയും വെച്ച് നീട്ടേണ്ട എന്തെങ്കിലും ഒരു പ്രോജക്റ്റ്, ചെറുതായാലും ഷോർട്ടെങ്കിൽ ഷോർട്ട്, അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാബയിലേക്ക്
എത്തുന്നത്. അപ്പൊ എന്തായാലും ഒരു ഫിലിം ഒക്കെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഫീച്ചർ ഫിലിമിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഈ സംവിധാന രീതി എങ്ങനെയാ? അതായത് പല ആളുകള് ചില ആളുകള് റിഹേഴ്സൽ ക്യാമ്പ് വെച്ചിട്ട് എല്ലാവരെയും അതിൽ അവെയർ ആക്കിയിട്ട് അങ്ങനൊരു ഇത് നടത്തും. ചില ആളുകള് അവർക്ക് സാക്ഷാത്കാരം എന്ന് പറയുന്ന രീതിയിൽ ദേ ഹാവ് എവറിത്തിങ് ഇൻ അപ്പൊ ആ മൊമെന്റിൽ എനിക്കിതാ വേണ്ടേന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന രീതിയുണ്ട്. സോ ഹൗ ഈസ് യുവർ മെത്തഡ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ്? എനിക്ക് തോന്നുന്നു പൊതുവേ ഞാൻ വളരെ അങ്ങനെ എന്താ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് വെക്കാറുള്ളത്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഇങ്ങനെ തന്നെ വേണം, നമ്മൾ എഴുതിയത് സ്ക്രിപ്റ്റ് വൈസ് ഇതാണ്, ഇത് തന്നെ വേണം. പക്ഷെ ചിലപ്പം അവിടുന്ന് ആക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അതും എടുക്കണം. ഇപ്പൊ ജാഫർ സാറിനെ പോലെ ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുതിയ ഡയലോഗ് മാത്രമായിരിക്കില്ല അദ്ദേഹം പറയാം, എന്തെങ്കിലും ഒരു എക്സ്ട്രാ സെന്റൻസ് ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറിന് കുറേം കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ഗ്രാബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ നമുക്കത് കൂടുതൽ നന്നാക്കാൻ പറ്റുമെങ്കിൽ ഓൾവേസ് ഐ എം ഓപ്പൺ ഫോർ ഇറ്റ്. പക്ഷേ നമുക്ക് ഓൾസോ അറിയണം എവിടെ നമ്മളത് നമ്മളുടെ റൂട്ടിൽ നിന്ന് മാറരുത്. കാരണം ചില ഇൻപുട്സ് വരുമ്പോൾ നമ്മളുടെ ആ മെയിൻ എന്താ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ചിലപ്പം ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോ എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഓപ്പൺ ആവരുത്. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് മേക്കിംഗ് ദ പ്രൊഡക്റ്റ് ബെറ്റർ നമ്മൾ ഡെഫിനറ്റ്ലി അതിന് ഓപ്പൺ ആവാൻ വേണം. ആൻഡ് റിഹേഴ്സൽസ് ആയാലും അതെ, ഇപ്പോൾ ഒരു ന്യൂ കമറിനെ സംബന്ധിച്ചിടത്തോളം റിഹേഴ്സൽസ് വേണം ഡെഫിനറ്റ്ലി. പുതിയൊരു കുട്ടി അഭിനയിക്കുമ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് കുറച്ചും കൂടെ അതൊന്ന് ഗ്രൂം ചെയ്ത് കൊണ്ടുവരണം. പക്ഷെ ഇതേപോലെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആവുമ്പോൾ അവര് സ്പോണ്ടേനിയസ്ലി പറയുന്നതായിരിക്കും ചിലപ്പോൾ അതിലും ബെറ്റർ ആയിട്ട് വരിക. അത് തന്നെ ചിലപ്പോൾ സെക്കൻഡ് ടേക്കിൽ ആദ്യം ചെയ്തതിന്റെ അത്ര ഇമ്പാക്ട് വന്നോണമെന്നില്ല. അപ്പോൾ ഐ തിങ്ക് യു ഹാവ് ടു വർക്ക് അലോങ് വിത്ത് ദി ആക്ടേഴ്സ്. അവരുടെ ഒരു നേച്ചറും സ്റ്റൈലും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളും അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവണം. അപ്പോഴാണ് ഫൈനലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടുക. പെർഫോമർ എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു വിഷ്വൽ എസ്തറ്റിക് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? കുറച്ചൊക്കെ വിഷ്വലി എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് താളമാണ് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം ഡാൻസിലായാലും നമുക്കൊരു താളമുണ്ടല്ലോ, അതേ താളം തന്നെയാണ് ആക്ച്വലി സിനിമയിലുള്ളത്. അങ്ങനെ പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യില്ല. പക്ഷെ സിനിമയുടെ ചില സീൻസ് ഒരു പൊടിക്ക് നീണ്ടുപോയാലോ ഒരു ഇത്തിരി ഇതായാലോ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ പോയ പോലെ. അതിന് അതിൻ്റെ ഒരു ടൈമിങ് വളരെ ക്രിസ്പായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് തോന്നും ഡാൻസോ മ്യൂസിക്കോ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് എവിടെയോ നമ്മളുടെ ഉള്ളിൽ ഒരു റിതം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സിനിമാറ്റിക്കലി നോക്കുമ്പോഴും ചിലപ്പോൾ ചില സീൻസിനൊന്നും ഡയലോഗ്സ് ഉണ്ടാവില്ല, അത് മ്യൂസിക്കലി പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തേനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ബീറ്റ് പിടിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട്. എവിടെ ആ ലാഗ് വരാതെ പോകണം, എവിടെ നമ്മൾ കുറച്ച് കൂടുതൽ അതിന് ആ ഇമോഷൻ ഒന്നും കൂടെ ഒന്ന് ഫിൽ ചെയ്യാനായിട്ടുള്ള നമ്മൾ സമയം കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. പിന്നെ പൊതുവേ ഡാൻസും സിനിമയും ദേ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അതുകൊണ്ട് ഞാനത് മാക്സിമം മിക്സ് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കും. കാരണം എവിടെയൊക്കെയോ നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചവർക്ക് അറിയാതെ ഒരു ക്ലാസിക്കൽ ടച്ച് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന സബ്ജക്ട്സ് ആയാലും ഡാൻസ് റിലേറ്റഡ് അല്ലാത്ത രീതിയിൽ തന്നെ പോണം. കൂടുതലും ഐ മീൻ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ ഒരു നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയി പോകും, ഡാൻസർ ആണല്ലോ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ, ഒരു ഡാൻസർ ചിന്താഗതി വരുമോ എന്നൊക്കെ ആൾക്കാർക്ക് തോന്നും. അപ്പൊ അത് വരാതിരിക്കാൻ എപ്പോഴും നോക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ പറയാതിരുന്ന ഓഥറും കൂടിയാണ്. ആൻഡ് യു ആർ റണ്ണിങ് ടെമ്പിൾ സ്റ്റെപ്സ് പറഞ്ഞിട്ടൊരു അക്കാഡമിയും ഉണ്ട്. സോ യു ആർ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഇതിലിപ്പോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏത് കാര്യമാണ്, അങ്ങനെയുള്ള കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ജീവിതത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം അത് മാറിയിട്ടുണ്ടാവും. അതും എനിക്ക് തോന്നുന്നു നമ്മൾ മെച്ചുവർ ആവുന്നതിനനുസരിച്ച് ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. കാരണം പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജിലൊക്കെ ആയിരുന്നപ്പോൾ ഐ വാസ് വെരി അംബിഷ്യസ്. ആൻഡ് എന്ത് ചെയ്താലും ഇപ്പൊ എടവപ്പാതി ഫിലിം ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു ഷോട്ട് ഉണ്ടായിരുന്നു, വേറൊരു ഒരു ഒഴുക്കുള്ള എന്താ വാട്ടർഫോൾസ് പോലത്തെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോ അവിടെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞു, അയ്യോ അവിടെ ഇരിക്കണ്ട, ഭയങ്കര റിസ്ക് ആണ്, അവിടെ ഒഴുകി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഭയങ്കര വഴുക്കലാണ് എന്നൊക്കെ.
അപ്പൊ നമ്മളുടെ പ്രായത്തിന്റെ ആണോ അതോ ആ സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടാണോ അറിയില്ല. ഞാൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരുന്നോളാം, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, ഞാൻ എന്തായാലും ചെയ്യും. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി എന്തും കൊടുക്കാൻ അത്രയും ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു അത് ചെയ്യുമ്പോൾ. അത് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഫിലിം അത്രയും എവിടെയും കാണാതെ അങ്ങനെ പോയി. ഒരുപാട് അങ്ങനെ ഫെസ്റ്റിവൽസിനൊന്നും പോയില്ല. ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ ഇസ് ഇറ്റ് എ ഡബിൾ റോൾ? യാ, അങ്ങനെ ഇറ്റ്സ് ഉണ്ടോ? അതെ. ഒരു മോഡേൺ വേർഷനും ഒരു വാത്സവദത്ത എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു ക്യാരക്ടറും കൂടെ, രണ്ടും കൂടെ ഉള്ള ഒരു ഡ്യുവൽ റോൾസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്, നല്ലൊരു സബ്ജക്റ്റും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും ഞാൻ അതിൽ കമ്മിറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുക ഇപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മളുടെ ജീവൻ തന്നെ റിസ്ക് എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്നല്ല ഒന്നും തന്നെ. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ എൻ്റെ ഒരു ലോകം, ആ ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലുത്. അപ്പം ഐ തിങ്ക് ദാറ്റ് ചേഞ്ചസ്. അതായത് നമ്മൾ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ പ്രയോറിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ കുറേ ദിവസം തിരക്കായി കഴിഞ്ഞാൽ ഡാൻസോ പ്രോഗ്രാംസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ ഒരു കുറ്റബോധം വരും, മോളുടെ കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഷീ ഈസ് ഓൺലി 2. അപ്പോൾ വേഗം വലുതായി പോവും. ഈ ഒരു പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ ആവശ്യം, അമ്മയുടെ ഒരു സപ്പോർട്ടും എല്ലാം വേണ്ടത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മിസ് ചെയ്യും. വേറെ എവിടെയെങ്കിലും നിൽക്കുമ്പോഴും വീട്ടിലേക്ക് വരണം എന്ന് തോന്നും. അപ്പൊ അങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് എന്താ, എല്ലാം നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഈ സൊസൈറ്റൽ പ്രഷർ ഭയങ്കരമായിട്ട് വരും. എന്ത് വന്നാലും നമുക്കൊരു പ്രഷർ ഉണ്ടാവും. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് തോന്നും ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ, വർക്ക് ചെയ്യുന്നില്ലല്ലോ, അതിൻ്റെ ഒരു കുറ്റബോധം. വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് തോന്നും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എപ്പോഴും നമുക്ക് ആ ഒരു പ്രഷറും ഒരു ഗിൽറ്റും ഉണ്ടാവും. പക്ഷെ എന്നാലും എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അത് ചെയ്യാം. അപ്പം വേറെ ആരുടെയും സന്തോഷത്തിന് വേണ്ടി ആയിരിക്കരുത്, നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി തന്നെ ജീവിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. എത്രത്തോളം സിൻസിയർ ആയിട്ടാണ് അത് ചെയ്യുന്നത്, അത് റിഫ്ലക്ട് ചെയ്യും. ലൈക്ക് ഈവൻ ക്യാമറ ഓൾസോ ഇറ്റ് ജസ്റ്റ് ക്യാപ്ചേഴ്സ് ദ സിൻസിയറിറ്റി ഓഫ് ആക്ടർ ഓർ ദ വേ ഇറ്റ് ഇസ് ബീങ് പ്ലേഡ്. അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആവുന്നു, എത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആണ്, അതിന്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി കാണാൻ പറ്റും. ഇപ്പൊ ബാബ തന്നെ ഞാൻ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അതിന്റെ പുറകെയായിരുന്നു. അപ്പൊ ചിലപ്പോ പലരും ചുറ്റുവട്ടത്തുള്ളവർ വിചാരിച്ചിട്ടുണ്ടാവും, ഒരു ഷോർട്ട് ഫിലിമിൽ ഇത്ര അധികം എന്തിനാണ് സമയം, എപ്പൊ ചോദിച്ചാലും ഇതിന്റെ വർക്കില്ല എന്നൊരു, ഇത് കഴിഞ്ഞില്ലേ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഓരോ സ്റ്റേജിലും നമുക്കിപ്പോ എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും VFX ആണെങ്കിലും ഒക്കെ നമുക്കത് കൊടുത്തേൽപ്പിക്കുക എന്നുള്ളതല്ലല്ലോ. ഞാൻ തന്നെ കൂടെ ഇരുന്ന് ഓരോന്നും നോക്കി 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 നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ, അത്രയും ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് വേറെ തന്നെ. അതിൽ ഓരോ പോയിന്റും ഏത് ഷോട്ടും എന്ത് പറഞ്ഞാലും നമ്മൾ അത്രയും ആലോചിച്ചിട്ടാണ് അതിലേക്ക് എത്തിയത്. അപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് റിഫ്ലക്ട് ചെയ്യും. അതിപ്പോ ഡാൻസിലായാലും അതെ, അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് പോകുന്നതും പെട്ടെന്നൊരു പ്രോഗ്രാം വരുമ്പോൾ തട്ടിക്കൂട്ടി ചെയ്തിട്ട് പോകുന്നതിൻ്റെയും ഭയങ്കരമായിട്ട് വ്യത്യാസം കാണാറുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിലും അതും എനിക്ക് തോന്നാറുണ്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ 100% കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പൊ ഞാനും ചില കാര്യങ്ങൾ ഇപ്പോ പേഴ്സണലി ഒഴിവാക്കി നോ പറയേണ്ടടുത്ത് നോ പറയാനൊക്കെ പഠിച്ചു. കാരണം അല്ലെങ്കിൽ നമ്മൾ എല്ലാം എടുക്കും, ഒന്നിലും ചിലപ്പോൾ 100% കൊടുക്കാൻ പറ്റില്ല. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുക്കുക, പക്ഷെ അത് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാം. I saw some references of UNESCO and all. So ആ could you add to that? യുനെസ്കോ വേൾഡ് യുനെസ്കോ വേൾഡ് ഡാൻസ് കൗൺസിലിന്റെ മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ഒരു മെമ്പർഷിപ്പ് കിട്ടുക എന്ന് വെച്ചാൽ തന്നെ നമുക്കൊരു വലിയൊരു അംഗീകാരമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ ഡാൻസ് ഫോമിനെ നമുക്ക് വേറെ കൺട്രീസിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ പെർഫോം ചെയ്യുമ്പോഴും അവിടെ വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കുമ്പോഴും പലപ്പോഴും അവിടുത്തെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നു ഇന്ത്യൻ ഡാൻസ് ഹാസ് ദിസ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അത് വേറെ പല ഡാൻസ് ഫോംസിനും ഇല്ല. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ആകുമ്പോൾ നമുക്ക് ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ലാംഗ്വേജോ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കാണിക്കുന്നത് കൃഷ്ണന്റെയോ ശിവന്റെയോ ഒക്കെ കഥകളായിരിക്കും. പക്ഷെ ആ സ്റ്റോറി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ. കാരണം അമ്മ എന്നുള്ളത് വാത്സല്യം അങ്ങനത്തെയൊക്കെ വേഗം എന്തായാലും മനസ്സിലാവും. അതിന് ഭാഷയോ ഇന്ത്യൻ മിത്തോളജിയോ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ്. എനിക്ക് എപ്പോഴും തോന്നി നാട്ടിലത്തെക്കാട്ടിലും പുറത്തുള്ള ഇന്ത്യൻസ് ആണെങ്കിലും
നോൺ ഇന്ത്യൻസ് ആണെങ്കിലും വളരെയധികം അവർ അപ്രിഷിയേറ്റ് ചെയ്യും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിനെ. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കാണുന്നോണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് വിലയില്ലാണ്ടായത്. ഇപ്പൊ ഓണം അങ്ങനത്തെ ഫെസ്റ്റിവൽസ് ആണെങ്കിൽ പോലും അതെ, നമ്മുടെ നാട്ടിലത്തെക്കാട്ടിലും പുറത്തുള്ള മലയാളികളാണല്ലോ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യൻ ഡാൻസിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പുറത്ത് തന്നെയാണ് അതിന് അംഗീകാരം കിട്ടുന്നത്. എന്താണ് ടെമ്പിൾ സ്റ്റെപ്സിന്റെ അടുത്ത് വാട്ട് ഡു യു എയിം അറ്റ്? ആ ഒരു വിഷൻ എന്താണ്? പഠിപ്പിക്കുന്ന ഓരോ കുട്ടിയും ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. അതായത് വെറുതെ ഡാൻസ് പഠിച്ചു പോയി നമ്മൾ പലപ്പോഴും ചുറ്റുവട്ടത്തുള്ളവർ പറയാറുണ്ട്, ഞാനും കുട്ടിക്കാലത്ത് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊരു ഇതില് പോയാലും ഒരു സർക്കിളിൽ പോകുമ്പോഴും അവിടെ ആരെങ്കിലും ഒക്കെ ഡാൻസ് പഠിച്ചവരുണ്ടാവും. പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, അമ്മ സ്കൂളിൽ വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതിനുശേഷം അവർക്ക് ഡാൻസ് ആയിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് അതങ്ങനെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ആവരുത്. ഇവിടെ വരുന്ന ഓരോ കുട്ടിയും ആ ഡാൻസ് കണ്ടിന്യൂ ചെയ്യണം, അതെന്താന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഡാൻസ് സ്കൂളിൽ നമ്മൾ ഓരോരുത്തരുടെയും അരങ്ങേറ്റം നടത്തുന്നത് 1.5 മണിക്കൂറിന്റെ കച്ചേരി ആയിട്ടാണ്, ട്രഡീഷണൽ മാർഗമായിട്ട് തന്നെ. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ശരിക്കും കേരളത്തിൽ മാത്രമേ ഈ 10 മിനിറ്റിന്റെ ഐറ്റംസ് ചെയ്തിട്ടുള്ള ഒരു അരങ്ങേറ്റം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ 5-10 മിനിറ്റിന്റെ ഐറ്റംസ് അല്ല, അങ്ങനെ നമുക്ക് ആനുവൽ പെർഫോമൻസസും വേറെ അമ്പലത്തിലും ഒക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് നമ്മൾ എടുക്കാറുണ്ട് അവർക്ക് പഠിച്ചു വരാനായിട്ട്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ ഒരു ഫിനാലെ എന്ന് പറയുന്നത് എപ്പോഴും ആ 1.5 മണിക്കൂറിന്റെ കച്ചേരി ആയിട്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്തിട്ടാണ്. അപ്പോഴാണ് ശരിക്കും ഒരാളൊരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റായി മാറുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരുടെയും ചെയ്യാറുള്ളത്. അപ്പൊ അതിൽ നിന്ന് അവർക്കും കുറെ മനസ്സിലാവും. അതിന്റെ ഡാൻസ് മാത്രമല്ല, അതിന്റെ ഹിസ്റ്ററി ആണെങ്കിലും മിത്തോളജി ആണെങ്കിലും പാട്ടാണെങ്കിലും ഇതുപോലെ താളം എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവരടുത്തതിലേക്ക് പോകുന്നത്. അമ്മയെ കുറിച്ച് രണ്ടു വാക്ക് ചോദിക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല. ഞാന് പഠിക്കുന്ന സമയത്തായിരുന്നു സർഗം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രാഗസുധാരസ എപ്പോഴും നമ്മുടെ മനസ്സിലായ ഒരു മെമ്മറബിൾ ഇത് എപ്പോഴും ഉണ്ട്. ഓഫ് കോഴ്സ് ദാറ്റ്സ് നോട്ട് ദ ഓൺലി വൺ. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കഥകളി ആദ്യമായിട്ട് സിനിമയിൽ വന്ന സമയത്ത് ഐ തിങ്ക് ഷി വാസ് എ പ്രൈം ആക്ടർ ഇൻ ദാറ്റ്. ഐ ഫോർഗോട്ട് ദ ഫിലിമിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. മാർഗം, യെസ്, മാർഗം. അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താണ് മനസ്സിൽ ആദ്യം വരിക? അമ്മ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു ഫ്രണ്ട് പോലെയാണ്. എനിക്ക് എന്ത് കാര്യവും പറയാം. പണ്ട് തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ അതെ, സ്കൂളിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് കള്ളം പറഞ്ഞാലും എനിക്ക് അമ്മയോട് സത്യം പറയാൻ പറ്റും. അപ്പൊ അത്രയും ഞങ്ങള് ക്ലോസ് ആണ്. അപ്പോൾ എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും അതെ, എവറി 1 or 2 days കൂടുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ അധികം ദിവസം വിട്ടു നിൽക്കാനും പറ്റാറില്ല. അപ്പൊ അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാനും പുറത്തു പോകാനും ഒക്കെ. നമ്മൾ നേരത്തെയൊക്കെ ഡാൻസിന്റെ ഒക്കെ കുറെ ട്രാവൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻസിന് എപ്പോഴും കൂടെ വന്നിരുന്നത് അമ്മയാണ്. ഇപ്പൊ മോളുള്ളതുകൊണ്ടാണ് ഒരാള് മോളെ നോക്കണല്ലോ. അപ്പൊ അമ്മ മോളെ നോക്കുമ്പോൾ ഞാൻ പോകും, അല്ലെങ്കിൽ അമ്മയ്ക്ക് വർക്ക് ഉള്ളപ്പോൾ അവൾ എൻ്റെ കൂടെ. അപ്പൊ അങ്ങനെ നമ്മൾ ടേൺസ് എടുക്കാറുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ട്രിപ്പ് പോയിരുന്നതും. എൻ്റെ ഡാൻസിന് വരും, ഇപ്പൊ ഞങ്ങൾ സ്ഥലം കാണാൻ പോലും ഒക്കെ. അപ്പോഴൊക്കെ ശരിക്കും നല്ലൊരു ഫ്രണ്ട് പോലെയായിരുന്നു എപ്പോഴും എൻ്റെ കൂടെ. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ കരിയറിലത്തെ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഡാൻസിലേക്കാണെങ്കിലും ഡാൻസിനോടൊന്നും എനിക്ക് പണ്ടൊട്ടും താല്പര്യം അത്ര ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ ഡാൻസറാണ്. പിന്നെ പൊതുവെ നമുക്ക് അമ്മമാര് പറഞ്ഞു തരുമ്പോ ഒരു വിലയില്ലല്ലോ. അപ്പൊ അമ്മ പഠിപ്പിച്ചു തരുന്നോണ്ട് കൂടുതലും അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പലരും എൻ്റെ കൂടെ ഉള്ളവർ പറയും, അവരുടെ ഒന്നും വീട്ടില് പാട്ടും ഡാൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിനോട് കുറച്ചും കൂടി ഒരു എന്താന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. അപ്പോ അങ്ങനെ അമ്മ എപ്പോഴും ചെയ്യുന്നോണ്ട് എനിക്ക് അതിനോടൊരു വില ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ഞാൻ ഡാൻസിലേക്ക് വരുന്നത്. ചെന്നൈയിൽ പോയതിനു ശേഷമാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ എപ്പോഴും അമ്മ അങ്ങനെ പറയും, എന്തെങ്കിലും അത് മനസ്സിലാവും എന്താന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയണതിന്റെ വില അറിയില്ല എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലും ഒരു തുടക്കമിട്ട് തന്നത് അമ്മ തന്നെയാണ്. ഇപ്പൊ സിനിമയാണെങ്കിലും അമ്മ സിനിമയിൽ ഉള്ളതുകൊണ്ടാണ് എനിക്കും ഭാവിയിൽ അതിലേക്ക് തന്നെ വരണം എന്നൊരു ആഗ്രഹം പ്രോബബ്ലി തോന്നിയിട്ടുണ്ടാവുക. പിന്നെ അമ്മയും എഴുതുന്ന ആളായതുകൊണ്ട് എഴുത്തും ചിലപ്പോൾ ഞാൻ എഴുതിയാൽ വായിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും ജസ്റ്റ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഒരു ഇൻപുട്സ് തരാറുണ്ട്. അപ്പൊ അതൊക്കെ വളരെയധികം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് തിങ് ഇപ്പോ ഫീച്ചർ ഫിലിം പ്ലാനിലുണ്ട് പറഞ്ഞു. സോ യു ഹാവ് ദ സ്റ്റോറി ഇൻ മൈൻഡ്, ഓർ അതിന്റെ വർക്ക് നടക്കുന്നുണ്ടോ? സ്റ്റോറി ഒരു സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട്.
പക്ഷേ അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ എഴുതും, പകുതിയാവും, പിന്നെ അത് വേണ്ടാന്ന് വെക്കും, വേറെ സ്ക്രിപ്റ്റ് വരും. അപ്പം അത് നമുക്കൊന്നും പറയാൻ തക്കോണുള്ളൊരു സ്റ്റേജിലായിട്ടില്ല. വേറെയും 2, 3 ഐഡിയാസ് മനസ്സിലുണ്ട്. പിന്നെ എപ്പോഴും സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സമയവും ഒരു സന്ദർഭവും എല്ലാം കൂടെ ഒത്തുചേരുമ്പോഴേ അത് നടക്കുള്ളൂ. അപ്പോൾ അതിന് ഉള്ളൊരു പ്രയത്നത്തിലും കൂടെയാണ്. ഇഫ് എവറിത്തിങ് വർക്ക്സ് ഔട്ട്, ഇതേപോലെ നല്ലൊരു ടീമും നല്ലൊരു എന്താ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരും എല്ലാം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ അങ്ങനെ കൊമേഴ്സ്യൽ പാരലൽ ഫിലിം എന്നുള്ള വേർതിരിവ് ഇല്ല. ആക്ച്വലി ദാറ്റ് അത് വളരെ ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ വാട്ട് ഡു യു ഹാവ് ഇൻ മൈൻഡ്? ഇസ് ഇറ്റ് ലൈക്ക് എ കൊമേഴ്സ്യൽ വൺ ഓർ ഹൗ ഇസ് ഇറ്റ്? ഒരു ഫീൽ ഗുഡ് കമേഴ്ഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ് മനസ്സിലുള്ളത്. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് നിന്നാണ് റൈറ്റേഴ്സിന് എപ്പോഴും ഒരു തുടക്കം ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫിലിം റിലേറ്റഡ് ആയിട്ടും അങ്ങനത്തെയൊക്കെ ഒരു സബ്ജക്റ്റ് ആണ് മനസ്സിലുള്ളത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് തന്നെ വരുമായിരിക്കും എന്ന് ആഗ്രഹിക്കണം. തീർച്ചയായിട്ടും. ഇപ്പോ ഞാൻ എല്ലാ ഷോർട്ട് ഫിലിംസും കണ്ടിട്ടില്ല. ആൻഡ് ഐ ഓൾസോ റെഡ് ദാറ്റ് യു ഹാവ് ഡൺ ഡോക്യുമെന്ററീസ് ആസ് വെൽ ആൻഡ് മ്യൂസിക് ആൽബംസ്. സോ ദോസ് തിങ്സ് ഐ ഹാവ് നോട്ട് ഗോൺ ത്രൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും പ്രത്യേകിച്ച് ഞാനിപ്പോൾ അടുത്ത് കണ്ടിട്ടുള്ള ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും വരിക എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് നൈസ് ലിസ്ണിംഗ് ടു യു. സെയിം ഹിയർ. താങ്ക് യു സോ മച്ച്. വളരെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. താങ്ക് യു. ഇന്ന് രാത്രി ഫ്രീ ആണ്.